ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിൽ 1/2 കിലോ മട്ടൻ മേടിച്ച് തന്നെ ഒരിക്കലും ഇതുണ്ടാക്കാതിരിക്കരുത്, ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് കാണുന്ന കൂട്ടുകാരെല്ലാം പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു. 2-3 സ്പൂൺ നെയ്യും കുറച്ച് 2-3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഒരു 3 ഇട്ട്, ഗ്രാമ്പു വലിയൊരു കഷ്ണം, ഗ്രാമ്പു 3, പട്ട വലിയൊരു കഷ്ണം, ഏലക്ക 3 ഇട്ടിട്ട് ഒന്ന് ഇതായ ശേഷം നമുക്കതിലേക്ക് ഇപ്പം 4 ഗ്ലാസ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം അത്രയും വെള്ളം ഞാൻ ചേർക്കേണ്ട. അപ്പം എത്രയാണോ ഇത് അതിനെ വെച്ച് 1/2 ഗ്ലാസ് കുറവായിട്ട് ചേർക്കുക. സാധാരണ രീതിയിൽ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം എന്നാണ്. ഞാൻ 4 ഗ്ലാസ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിട്ട ശേഷം നമ്മൾ അതിൽ ഉപ്പ് ഇടുക. ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അരി ഒട്ടാതിരിക്കാൻ വേണമെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം. ഞാനിപ്പോൾ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ ഫുൾ നീരും എടുത്ത് ചേർക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അല്ലെങ്കിലും ഒട്ടൊന്നുമില്ല. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് ഓയിലും നെയ്യൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അരി അങ്ങനെ ഒട്ടില്ല. നമ്മുടെ ഒരുപാട് വെള്ളം ചേർക്കുമ്പോഴാണ് അരി ഒട്ടുന്നത്. അതായത് 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം ചേർക്കുമ്പോഴൊക്കെ ചില സമയം ഒട്ടാൻ ചാൻസ് ഉണ്ട്. 1/2 ഗ്ലാസ് കുറച്ച് ചേർക്കുമ്പോൾ ഒട്ടില്ല. വെള്ളം നല്ലവണ്ണം തിളച്ച ശേഷം നമ്മൾ ഈ അരി കഴുകി വെച്ച് ശരിക്ക് ഡ്രൈ ആയിട്ടുള്ള ബിരിയാണി റൈസാണത് കേട്ടോ. ശരിക്കും ബിരിയാണി റൈസ് പലരും വേറെ റൈസൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ബിരിയാണി റൈസ് തന്നെ എടുത്തിരിക്കുന്നത്. കഴുകി വെച്ച ബിരിയാണി റൈസ് അതിലിട്ടിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് വയ്ക്കാം. ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായി തിളയ്ക്കുമല്ലോ. ഒന്ന് ഇളക്കിയ ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അത് വെള്ളം ഫുൾ ഡ്രൈ ആവുന്ന വരെ നമ്മൾ സ്ലോ ഫ്ലെയിമിലിടുക. വെള്ളം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തുറക്കുമ്പോൾ കറക്റ്റ് ചോറിൻ്റെ പാകം കറക്റ്റായിരിക്കും. അപ്പം ഞാൻ അതങ്ങനെ മൂടി വെക്കാൻ പോകണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. മസാല ഉണ്ടാക്കാനായിട്ട് അടികട്ടിയുള്ള കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു 8 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 സവാള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് പട്ടയും ഗ്രാമ്പും ഏലക്ക ഇതിലും കൂടി ഇട്ട് കൊടുക്കുക. അതായത് 2-3 ഗ്രാമ്പും 2-3 ഏലക്ക, ഒരു കഷ്ണം പട്ട അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായി ഒന്ന് മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 4 സവാള സ്ലൈസ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഇതാവും. ഇതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ മട്ടൻ വെച്ചിട്ട് ചെയ്യുന്നല്ലേ. അപ്പം നമ്മൾ മട്ടൻ നന്നായി ഒന്ന് കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ അടിച്ചെടുക്കുക കേട്ടോ. അത് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സവാള നന്നായിട്ട് വഴറ്റുക. കാരണം മട്ടന് സെപ്പറേറ്റ് വേവ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. മട്ടനും ബീഫൊക്കെ ആകുമ്പോൾ ഉപ്പ് കൂടി ഇട്ടിട്ട് സവാള നന്നായി ഇളക്കിയിട്ട് നമ്മൾ മൂടി വയ്ക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട് നമ്മളത് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇപ്പം ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ഒരു 6 പച്ചമുളകും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും ഞാൻ തോല് കളഞ്ഞിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായി മൂപ്പിച്ചെടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കതിൽ ഇനി തക്കാളി ചേർക്കണം. 4 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. 4 തക്കാളി കട്ട് ചെയ്ത് വെച്ചാണ് നമുക്കതിലേക്ക് ചേർക്കേണ്ടത്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ.
അത് മാത്രം നമ്മൾ ചേർത്തിട്ട് നന്നായി ഉടച്ച് എടുക്കുക. അതായത് നന്നായിട്ട് അത് പേസ്റ്റ് രൂപത്തിലാവുന്ന വരെ മസാല നന്നായിട്ട് ആക്കിയെടുക്കുക. കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി തെളിഞ്ഞു വരണം കേട്ടോ. അപ്പോൾ മാത്രമേ നമുക്ക് മസാലപ്പൊടി ഇടാം. കണ്ടോ, എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം മല്ലിപ്പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഗരം മസാല 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഗരം മസാല എന്ന് പറയുന്നത് ഇതിൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജാതിപത്രി അങ്ങനെ എല്ലാം ഉണ്ടല്ലോ, തക്കോലം, അതെല്ലാം കൂടിയുള്ള ആ ഒരു ഇതാണ് 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കുക. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി മസാല നന്നായി ഇതായി പച്ചമണം മാറി അതിൽ എണ്ണ ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് വരും. അതുവരെ സ്ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഇട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. മട്ടൻ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ മട്ടൻ ആണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കേണ്ടത്. ഒരു 1/4 വേവേ ഞാൻ വേവിച്ചിട്ടുള്ളൂ, കൂടുതൽ വേവിച്ചിട്ടില്ല. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ മസാല ചേർക്കുമ്പോൾ അതിലുള്ള കുറച്ച് വെള്ളം കൂടി മസാലയിൽ മട്ടനിലിടുമ്പോൾ അതൊന്ന് മസാലയും നമ്മൾ ആ ഒരു മട്ടനും അതിൽ കുറച്ച് നിൽക്കുന്ന വെള്ളം കൂടി തിളപ്പിച്ച് എടുക്കുമ്പോഴേ കറക്റ്റായിട്ട് ഡ്രൈ ആക്കി എടുക്കുമ്പോഴേ ആ ഒരു മസാലയിൽ നമ്മളുടെ ഈ മട്ടൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ ഇറങ്ങുകയും മസാല ഇതിലേക്ക് പിടിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആ മസാല മുഴുവൻ മട്ടനിലും പിടിക്കും. അങ്ങനെ മട്ടനിൽ മുഴുവൻ ആ ഒരു ഇതിൻ്റെത് കറക്റ്റായിട്ട് പിടിക്കും. അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകും ചോറിടുമ്പം. പിന്നെ അത് 1/4 വേവേ ഞാൻ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടി ചെയ്യുമ്പോൾ നന്നായി ആവും. അതിനുശേഷം പുതിന ഇലയും മല്ലി ഇലയും കൂടി ചേർത്ത് രണ്ടും കൂടി കട്ട് ചെയ്ത് വെച്ച് അതിലിട്ട് കൊടുത്ത് നന്നായി നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ട് അത് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ചോറും ഇതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കാണല്ലോ, ചോറ് നല്ല സെപ്പറേറ്റ് ആയിട്ട് അടി പിടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ചോറ് നന്നായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഓരോന്നും ഒട്ടിപ്പിടിക്കാതെ. അപ്പം പകുതി മട്ടൻ ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയ ശേഷം അതിൻ്റെ അടിയിൽ പകുതി ഇട്ടിട്ട് കുക്കറിൻ്റെ അടിയിൽ ഈ റൈസിൽ പകുതി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഇടുന്നു. അപ്പോൾ ലെയറായിട്ട് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെയറിൽ തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുത്തിടാം. നമുക്ക് കുങ്കുമപ്പൂവും പാലും കൂടി ചേർത്തിട്ട് കളർ കിട്ടാൻ വേണ്ടിയിടാം. അപ്പോൾ അതൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. അതേപോലത്തെ നമുക്ക് കശുവണ്ടി ഉണ്ടെങ്കിലും അതും കൂടി നമുക്ക് നെയ്യിൽ വറുത്ത് കോരി ഇടാവുന്നതാണ്. അടുത്ത ലെയറിൽ നമ്മൾ വീണ്ടും ആ മസാല ഇട്ടു. അതിനുശേഷം ബാക്കിയുള്ള റൈസും കൂടി ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഗരം മസാല ഒരു നുള്ളും മുകളിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. കാരണം നമ്മൾ മസാലയിലെല്ലാം ചേർത്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളതിൽ വെയിറ്റ് ഇറക്കരുത് കേട്ടോ. വെയിറ്റ് ഇടാതെ ഫ്രൈ പാൻ നല്ല ഫ്ലെയിം ആക്കിയിട്ട് ചൂടാക്കിയ ശേഷം ഇതിങ്ങനെ വെക്കാം. ഓക്കെ, നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ആവി വരുമ്പോൾ നമ്മുടെ കുക്കർ അതിൻ്റെ മേലെ ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് കഴിയണവരെ നോക്കാം. 25 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ വെയിറ്റ് ഇടാത്തതുകൊണ്ട് നമുക്ക് തുറക്കാൻ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അത് ആയിട്ടുണ്ട് നമ്മളുടെ ബിരിയാണി. ശരിക്ക് നന്നായിട്ട് അത്രയും നേരം വയ്ക്കുമ്പോൾ ആവുമല്ലോ. ഇതേ കണ്ടോ, നല്ല ആവി വറക്കണുണ്ടോ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ പലരും ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ചെയ്യാത്തവർക്കും ഒരു ഇത് വെറൈറ്റി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മട്ടൻ 1/2 കിലോയെങ്കിലും വീട്ടിൽ മേടിക്കണ സമയത്ത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. മട്ടനോ ബീഫോ വെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.